ഇന്നലെ അതിദാരുണമായ സംഭവമാണ് ചിറയൻകീഴ് അരൂരിൽ 8 വയസ്സുകാരനായ ദിക്ഷലിനെ മൂർഖൻ പാമ്പ് കടിച്ച സംഭവം. പുലർച്ചെ ഒരു 2:30 ഉണ്ടായ സംഭവമാണ്. 3 മണിയോടുകൂടി തന്നെ ദിക്ഷലിന്റെ മരണം സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ദിക്ഷലിന്റെ വീടിന് സമീപത്താണ്. ഈ ചുറ്റുമുള്ള പ്രദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഏത് സമയത്തും ഇഴജന്തുക്കൾ അല്ലെങ്കിൽ എപ്പോഴും ഇഴജന്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കാടുപിടിച്ച ഒരു പ്രദേശമാണ്. ഇന്നലെ ദിക്ഷലിന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഈ കാട് പിടിച്ച പ്രദേശം താണ്ടിക്കൊണ്ടാണ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയില്ല. അതായത് ആംബുലൻസിൽ പോലും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാട് പിടിച്ച പ്രദേശം താണ്ടിക്കൊണ്ടാണ് ഇന്നലെ ദിക്ഷലിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചതും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദിക്ഷലിന്റെ വീടാണ്. ആ വീടിന്റെ അവസ്ഥ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. കയ്യിൽ കിട്ടാവുന്ന കാർഡ്ബോർഡും തകര ഷീറ്റും ഒക്കെ കൊണ്ട് മറച്ചു വെച്ചൊരു വീടാണ്. അതായത് ഏത് സമയവും ഇഴജന്തുക്കൾ കയറി വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശവും അതിനോടൊപ്പം തന്നെ വീടുമാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം. വർഷങ്ങളായി പട്ടയഭൂമിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. ഈ അടുത്ത കാലത്താണ് പട്ടയം പതിച്ച് ലഭിച്ചത്. പക്ഷേ ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീട് വെച്ച് കൊടുക്കാനുള്ള അല്ലെങ്കിൽ വീട് ലഭിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അടക്കം നടപടികൾ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അതിന്റെ കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പർ അടക്കം സൂചിപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്, ഇഴജന്തുക്കൾ വീടിനകത്ത് കയറിയാൽ, അത് പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ കയറിയാൽ അതൊന്നും തിരിച്ചറിയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഴജന്തു അവിടെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രിയിൽ ദിക്ഷൽ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. മറ്റൊരു മുറിയിൽ അച്ഛൻ ദിലീപും ഭാര്യ അനുവും ഒപ്പം ഇളയ സഹോദരി 4 വയസ്സുള്ള ഇളയ കുട്ടിയുമാണ് കിടന്നിരുന്നത്. ദിക്ഷൽ ഒറ്റയ്ക്കായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മുറിക്കകത്ത് പാമ്പുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷജന്തുക്കൾ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഇന്നലെ ദിക്ഷലിനെ അടക്കിയ സ്ഥലമാണ്. ഏറെ വൈകാരികമായ രംഗങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. തീരെ അടച്ചുറപ്പില്ലാത്ത, തീർത്തും അരക്ഷിതമായ അവസ്ഥയിൽ തന്നെയായിരുന്നു ദിക്ഷൽ കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു കാരണവും. ഇനിയിപ്പോൾ ഏറ്റവും അടിയന്തര സ്വഭാവത്തോടു കൂടി പരിഗണിക്കേണ്ടുന്നത് ദിക്ഷലിന്റെ വീട്, ദിക്ഷലില്ലെങ്കിൽ പോലും ഇളയ സഹോദരി ഉൾപ്പെടെ താമസിക്കുന്ന ആ ഒരു വീട് അതൊരു അടച്ചുറപ്പുള്ള കെട്ടിടമാക്കി അല്ലെങ്കിൽ ഒരു വീടാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നാട്ടുകാർ തന്നെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നതും. അത്രത്തോളം ദയനീയമായ അവസ്ഥയിൽ തന്നെയാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോഴും ആ വൈകാരികമായ നിമിഷങ്ങളിൽ നിന്ന് അവരിപ്പോഴും മുക്തരായിട്ടില്ല. എത്രയും വേഗത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ദിക്ഷലിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം, ആ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെയുള്ളതിൽ വകുപ്പ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആന്റിവെനം അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആശുപത്രി അധികൃതർ പറയുമ്പോൾ പോലും ആന്റിവെനം നൽകാതിരുന്നതിലുള്ള വിശദീകരണം തൃപ്തികരമാണോ അല്ലയോ എന്നുള്ളത് ആരോഗ്യവകുപ്പാണ് ഇനിയിപ്പോൾ സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ദിക്ഷലിന്റെ വീടിന് മുൻപിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.